ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ ആരാധകർക്ക് മോഹൻലാൽ കാലുയർത്തി ശത്രുവിൻ്റെ നെഞ്ചത്ത് ചവിട്ടുന്നതും മുണ്ടുരിഞ്ഞടിക്കുന്നതും അതുപോലെയുള്ള മോഹൻലാലിൻ്റെ ലാലിസം, മോഹൻലാലിൻ്റെ ചില പെർഫോമൻസുകൾ അവർക്ക് വേണം. അത് പിന്നെ ലൂസിഫറിലെ ഓർമ്മയാണ് അവർക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരിങ്ങനെ ഒരു ദാഹിച്ചാണ് അവരിരിക്കുന്നത്. അത്തരം രംഗങ്ങൾ അവർക്ക് വേണം. പക്ഷേ യഥാർത്ഥത്തിൽ എമ്പുരാനിലെ കഥാപാത്രം എന്താണ്? ലൂസിഫറിലെ സ്റ്റീവൻ നെടുമ്പള്ളിയുടെ മറ്റൊരു മുഖമാണ് അബ്രാം ഖുറേഷി. അദ്ദേഹത്തിൻ്റെ തട്ടകമെന്ന് പറയുന്നത് പാകിസ്ഥാൻ, യമൻ, അഫ്ഗാനിസ്ഥാൻ അതിർത്തികൾ, റഷ്യ, അതുപോലെ തന്നെ തുർക്കി, അങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അങ്ങനെ ലോകവിസ്തൃതിയിൽ കിടക്കുന്ന അധോലോക സംഘങ്ങളുടെ ഒരു തലവനാണ് അബ്രാം ഖുറേഷി. അപ്പോൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും അദ്ദേഹത്തെ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന തട്ടകങ്ങൾ അതിവിശാലമാണ്. അത് ലോകത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വളരെ പ്രയാസപ്പെട്ട് വളരെ ബൃഹത്തായി ചിത്രീകരിച്ച രംഗങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലെ മോഹൻലാലിനെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ വരിക്കാശ്ശേരി മനയിലും അതുപോലെ തന്നെ പാലായിലും ചങ്ങനാശ്ശേരി കമ്പോളത്തിലുമൊക്കെ മുണ്ടുരിഞ്ഞടിക്കുന്ന മോഹൻലാലിനെ കാണണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ പശ്ചാത്തലവും കഥാപാത്രവും അതിൻ്റെ ലെവലും ഒക്കെ വേറെയാണ്.